പാല് കുറവാണെന്ന് സംശയിച്ച് കരഞ്ഞുകൊണ്ട് രാത്രി 2 മണിക്കിരുന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാണോ? ഒരു ഡോക്ടറായിട്ടും ഞാൻ ഈ അവസ്ഥയോടെ കടന്നുപോയത് എന്റെ മൂത്ത മോന്റെ സമയത്ത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടു നോക്ക്. കുഞ്ഞ് കുറച്ച് സമയം ഫീഡ് എടുക്കുന്നുള്ളെങ്കിൽ പാല് കുറവല്ല, കുഞ്ഞിന്റെ ഫീഡിങ് അത്ര എഫിഷ്യന്റ് ആണെന്ന് അർത്ഥം. ബ്രസ്റ്റ് നിന്ന് പാല് ലീക്ക് ചെയ്താൽ മാത്രമേ പാലുള്ളൂ എന്നില്ല കേട്ടോ. ലീക്ക് ചെയ്യാത്തവർക്കും കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ ഉണ്ടാവാറുണ്ട്. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ വരുന്നത് കുഞ്ഞിന് വിശപ്പ് മാറാനായിട്ടായിരിക്കില്ല, അത് നിങ്ങളുടെ സപ്ലൈ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിന്റെ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പമ്പും ഇല്ല, അതുകൊണ്ട് പമ്പ് ഔട്ട്പുട്ട് വെച്ച് ഒരിക്കലും നിങ്ങളുടെ സപ്ലൈ അളക്കരുത്. ചിലർക്ക് ഭയങ്കര മൈൽഡ് ആയിട്ടായിരിക്കും, ചിലർക്ക് ലെറ്റ് ഡൗൺ അറിയാൻ തന്നെ ഇല്ല എന്ന് വെച്ചിട്ട് പാലില്ല എന്നല്ല അർത്ഥം. തുടക്കത്തിലെ നീരൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ബ്രസ്റ്റ് സോഫ്റ്റ് ആവും, അതിനർത്ഥം പാലിന്റെ അളവ് കുറഞ്ഞു പോയി എന്നല്ല. ശരിക്കും മുലപ്പാലിന്റെ അളവ് കുറവായിട്ട് കുഞ്ഞിന് തികയുന്നില്ലെങ്കിൽ അതിന് കുറച്ച് അടയാളങ്ങളുണ്ട്. കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ കുറവായിരിക്കും, കുഞ്ഞ് ഒരു ദിവസം 6 പ്രാവശ്യത്തിൽ കുറവായിരിക്കും യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവുക, കുഞ്ഞ് എപ്പോഴും ഭയങ്കര ഫസ്സി ആയിരിക്കും, പാല് കുടിച്ച് വിട്ട ഉടനെ തന്നെയാണെങ്കിലും കുഞ്ഞ് കരച്ചിലും ബഹളമായിരിക്കും. ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള എല്ലാ ടെൻഷനും നിങ്ങളുടെ ഓവർ തിങ്കിങ് മാത്രമാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളൊരു ഫെയിലിയർ ഒന്നും അല്ല. നിങ്ങളുടെ ബോഡി അതിന്റെ പണി ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് യുവർ ബോഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സേവ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെ ടെൻഷൻ അടിക്കുന്ന മറ്റുള്ള അമ്മമാർക്ക് കൂടി അയച്ചു കൊടുക്കും.